അന്നും ഇന്നും മലയാള സിനിമയുടെ ചോക്ലേറ്റ് ഹീറോ അത് കുഞ്ചാക്കോ ബോബൻ തന്നെയാണ്. അനിയത്തിപ്രാവിലൂടെ മലയാളികളുടെ മനം കവർന്ന നടൻ ഇന്നും സൂപ്പർ താരങ്ങളിൽ ഒരാളായി നിറഞ്ഞു നിൽക്കുകയാണ്. മുൻപ് റൊമാൻറ്റിക് നായകനായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഏത് വേഷവും കൈകാര്യം ചെയ്യുന്ന നല്ലൊരു നടനായി കുഞ്ചാക്കോ ബോബൻ മാറി. വലിയ താരമായിരുന്നിട്ട് കൂടി സിനിമയിൽ അവസരങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് വരെ ചാക്കോച്ചൻ എത്തിയിരുന്നു. സ്വന്തം സിനിമയ്ക്ക് കാശ് മുടക്കി പോസ്റ്റർ ഒട്ടിക്കേണ്ട അവസ്ഥ വരെ അദ്ദേഹത്തിന് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ നടനെക്കുറിച്ച് മനോരമ പുറത്തുവിട്ട റിപ്പോർട്ട് ശ്രദ്ധേയമാവുകയാണ്. അനിയത്തിപ്രാവിന്റെ മുഖ്യ ആകർഷണം ഒരു കാലത്ത് തരംഗമായിരുന്ന ബേബി ശാലിനി എന്ന ബാലതാരം നായികയായി എത്തുന്നു എന്നതായിരുന്നു. ശാലിനിയെ കാണാനാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബ സദസ്സും യുവാക്കളും യുവതികളും അടങ്ങുന്ന യൂത്ത് ഓഡിയൻസും തിയേറ്ററിൽ ഇടിച്ചു കയറിയത്. സിനിമയിൽ ശാലിനി തരക്കേടില്ലാതെ അഭിനയിച്ചെങ്കിലും ബാലതാരമായിരുന്ന കാലത്തെ ഗും പ്രേക്ഷകർക്ക് കിട്ടിയില്ല. അങ്ങനെ ശാലിനിയെ കാണാൻ തിയേറ്ററിൽ കയറിയവർ തിരിച്ചിറങ്ങിയപ്പോൾ കൂടെ കൂട്ടിയത് കുഞ്ചാക്കോ ബോബൻ എന്ന നായകനെയാണ്. വളരെ റൊമാൻറ്റിക്കായ ഒരു ചോക്ലേറ്റ് കാമുകൻ എന്ന നിലയാണ് കുഞ്ചാക്കോ ബോബൻ പലരുടെയും മനസ്സ് കീഴടക്കിയത്. സിനിമയിലെ കഥാപാത്രം ആവശ്യപ്പെടുന്നതിൻ്റെ കൃത്യമായ അളവിലും അനുപാതത്തിലും അദ്ദേഹം അഭിനയിച്ചു. സംവിധായകനായ ഫാസിൽ പറഞ്ഞു തന്നത് അതുപോലെ ചെയ്തു എന്നതൊഴിച്ചാൽ ആ സിനിമയിൽ തൻ്റെതായ സംഭാവനകൾ ഒന്നും ഇല്ലെന്നാണ് പല അഭിമുഖങ്ങളിലൂടെയും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി നായകനായി അഭിനയിച്ച സിനിമയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് ചാക്കോച്ചൻ സ്വന്തമാക്കിയത്. എന്നാൽ ഒരേ രീതിയിലുള്ള സിനിമകൾ എടുക്കുന്ന അന്നത്തെ സംവിധായകരുടെ താല്പര്യം അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയത്തിലേക്ക് എത്തിച്ചു. അവിടെയും കമൽ സംവിധാനം ചെയ്ത നിറം എന്ന സിനിമ ചാക്കോച്ചനെ രക്ഷപ്പെടുത്തി. അനിയത്തിപ്രാവിനേക്കാൾ ശാലിനി നിറഞ്ഞു നിന്നതും ആ സിനിമയിലായിരുന്നു. ചെറുതും വലുതുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച ശ്രദ്ധേയനാണെങ്കിലും ക്രമേണ അവസരങ്ങൾ ഇല്ലാത്ത നടനായിട്ട് കുഞ്ചാക്കോ ബോബൻ മാറി. അങ്ങനെയാണ് സിനിമ അവസാനിപ്പിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് നടൻ എത്തുന്നത്. അതുമായി മുന്നോട്ടു പോകുന്നതിനിടയിൽ ഭാര്യ പ്രിയയുടെ നിർബന്ധത്തിലാണ് സിനിമയിലേക്ക് വീണ്ടും തിരികെ എത്തുന്നത്. അങ്ങനെ ഗുലുമാൽ എന്ന സിനിമയിലൂടെ ചാക്കോച്ചന്റെ രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചു. ചാക്കോച്ചനൊപ്പം ജയസൂര്യയും നായകനായി അഭിനയിച്ച കോമഡി ചിത്രമായിരുന്നു ഗുലുമാൽ. കോമഡി കഥാപാത്രം ചാക്കോച്ചന് വഴങ്ങുന്ന ഒന്നായിരുന്നില്ല എന്നാണ് പൊതുവേയുള്ള ധാരണ. എന്നിരുന്നാലും സ്വയം വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം ആ കഥാപാത്രം ഏറ്റെടുക്കുന്നത്. തുല്യ പ്രാധാന്യമുള്ള നായകനായിട്ടും സിനിമയുടെ പോസ്റ്ററുകളിൽ അന്ന് മാർക്കറ്റില്ലാത്ത കുഞ്ചാക്കോ ബോബന്റെ പടമടിക്കാൻ വിതരണക്കാർ വിമുഖത കാട്ടി. ഇതോടെ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് പോസ്റ്ററുകൾ അച്ചടിച്ച് കൊച്ചിയിലെ ചുവരുകളിൽ പതിപ്പിച്ച കഥയും ഇടയ്ക്ക് താരം പങ്കുവയ്ക്കാറുണ്ട്.